ഏതായാലും 3 മാസം എടുത്ത് പഠിച്ചു വന്നതിൽ ഗുണമുണ്ട്. ഒന്ന്, ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഇവിടെ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, കോഴഞ്ചേരി പാലത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞങ്ങളല്ല ഇതൊന്നും പറഞ്ഞു. കോഴഞ്ചേരി പാലം ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് ആദ്യ പോസ്റ്റർ ഇറക്കിയത് സർക്കാരാണ്. എന്നാൽ പാലമല്ല, അപ്രോച്ച് റോഡാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞത് ജില്ലാ സെക്രട്ടറിയാണ്. ഏതാ സത്യമെന്ന് അവർ പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് കുഴപ്പമില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ പരാതികൾ ഉണ്ടായി എന്ന് പറയുന്നു. ഇപ്പോൾ 2020 മുതൽ 25 വരെ നഗരസഭ ഭരിച്ചിരുന്നത് ആരാണ് എന്നുള്ളത് നമുക്കറിയാം. ആരാ പരാതി അയച്ചത് എന്നുള്ളത് അപ്പോൾ മന്ത്രി പറഞ്ഞാൽ മതി, എനിക്ക് അതിനകത്ത് തർക്കമില്ല. അങ്ങനെ പരാതി അയച്ചത് നഗരസഭയാണോ, നഗരസഭയിലെ ആളുകളാണോ പരാതി അയച്ചത്, അതിൻ്റെ പേരിലാണോ അത് മാറ്റപ്പെടേണ്ടി വന്നത് എന്ന് മന്ത്രി പറഞ്ഞാൽ മതി. അങ്ങനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അതങ്ങനെ. രണ്ട്, ഇപ്പം നമുക്ക് അടിസ്ഥാന സൗകര്യ മേഖലയിൽ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ എന്ത് വികസനം നടന്നു എന്നൊക്കെ മന്ത്രി വാക്കുകൾ കൊണ്ട് കുറേ കാര്യം പറഞ്ഞു. ഇപ്പോൾ കോന്നി മെഡിക്കൽ കോളേജിൽ ഒട്ടിച്ച ആ നോട്ടീസ് സമ്മതപത്രമാണ്. ഒരു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു നോട്ടീസ് ഒട്ടിക്കപ്പെട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെയാണെങ്കിൽ അത് ആരാണ് ഒട്ടിച്ചത്? ഒരു സർക്കാർ സ്ഥാപനമല്ലേ? ആ സർക്കാർ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് എന്നാൽ അത് ആരാണെന്ന് കണ്ടെത്താൻ ഈ സർക്കാരിനോ ആഭ്യന്തര വകുപ്പിനോ സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ മന്ത്രി പറയണം അങ്ങനെയാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് പരാതിയാണ്. അതിന് ഇത്രയും ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിനെ മോശപ്പെടുത്താൻ ശ്രമിച്ച വ്യക്തിയെ ഇതേവരെ കണ്ടെത്താൻ സാധിക്കാത്തത് ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമാണ് എന്ന് പറയണം. കാരണം വേണ്ടത്ര ഉപകരണങ്ങളുടെ അപര്യാപ്തത അത് ജീവഹാനി വരെ വരുത്താമെന്നാണ് നോട്ടീസിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്രമാത്രം എങ്ങനെയാണ് ഒരാളെ അല്ലെങ്കിൽ ഒരു വകുപ്പിനെ അപമാനിക്കാൻ ശ്രമിക്കുന്നത്? അപ്പോൾ അത് ഒരു ആഭ്യന്തര വകുപ്പല്ലേ ഇത് കണ്ടെത്തേണ്ടത്? കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഇനി ഇവിടെ നേഴ്സിംഗ് കോളേജിൻ്റെ കാര്യം പറഞ്ഞു, ഇവിടെ ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ കാര്യം പറഞ്ഞു. എന്തുകൊണ്ടാണ് കഴിഞ്ഞ കൊല്ലം നേഴ്സിംഗ് വിദ്യാർത്ഥികൾ മഴയത്ത് നിന്ന് സമരം ചെയ്തത്? മഴയത്ത് നിന്ന് സമരം ചെയ്തത് ആരോഗ്യമന്ത്രിക്കെതിരെ തന്നെയല്ലായിരുന്നോ? അവരുടെ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കാതെ, അവർക്ക് പരീക്ഷ എഴുതാൻ സാധിക്കാത്ത ഘട്ടം വന്നപ്പോഴല്ലേ ഈ പത്തനംതിട്ടയിലെ മഴയത്ത് നിന്ന് അവർ സമരം ചെയ്തത്. അപ്പോൾ അതും ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. നല്ലതാണ്. പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ കാര്യം പറഞ്ഞു. 2015 പൊളിച്ചു നീക്കാൻ പറഞ്ഞ കെട്ടിടമാണ് 2022 പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ 7 കൊല്ലം മുമ്പ് പൊളിച്ച് നീക്കപ്പെടണമെന്ന് പറഞ്ഞ കെട്ടിടം 2022 23 പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആരുടെ ഉത്തരവാദിത്തമാണ്? ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ വിമർശിക്കുന്നത് രാഷ്ട്രീയമായിട്ടാണ്. പിന്നെ ആരോഗ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിക്കെതിരെ കത്രിക എന്നൊരു ആരോപണം ഉന്നയിച്ച് മോശപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞു ആ കത്രിക കൊടുക്കുന്നത് 2017 21 എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ല വിമർശിക്കേണ്ടത്, ശൈല ടീച്ചറെയാണ് വിമർശിക്കേണ്ടതെന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞു വെച്ചത്. അതിൽ എന്തായാലും ഞാൻ ആരോഗ്യമന്ത്രിയുടെ വ്യക്തിപരമായി പേരെടുത്തോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി അല്ല വിമർശിച്ചത്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. നിങ്ങൾക്ക് എൻ്റെ മുൻ ഭാഗത്തെ കാര്യം നോക്കിയാൽ അറിയാം, ഞാൻ 10 കൊല്ലത്തെ ആരോഗ്യ വകുപ്പിൻ്റെ കെടുകാര്യസ്ഥത എന്ന വാക്ക് തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ നേർചിത്രമാണ്. ഇവിടെ ആളുകൾക്ക് പോയാൽ അവിടെ വേണ്ടത്ര ചികിത്സ ലഭിക്കുന്നില്ല, അത് യാഥാർത്ഥ്യമാണ്. രണ്ട്, നമ്മൾ എത്രമാത്രം വാക്കുകൾ കൊണ്ട് കെട്ടിപ്പൊക്കാൻ ശ്രമിച്ചാലും ഡോക്ടർമാർ, ഇപ്പോൾ ഡോക്ടർ ഹാരിസ് വളരെ മികച്ച ഡോക്ടറാണ് എന്ന് പറഞ്ഞത് ആരോഗ്യമന്ത്രി തന്നെയാണ്. ആ ഹാരിസ് ഡോക്ടറാണ് പറഞ്ഞത് ഇവിടെ വേണ്ടത്ര ശസ്ത്രക്രിയയ്ക്ക് വേണ്ട ഉപകരണങ്ങളില്ല, ഇവിടെ വേണ്ടത്ര സൗകര്യങ്ങളില്ല, ഇവിടെ വേണ്ടത്ര മരുന്നുകളില്ല. ഒരു ഡോക്ടർ തന്നെ പറഞ്ഞേ. ആരോഗ്യമന്ത്രി ഏറ്റവും നല്ല ഡോക്ടർ എന്ന് ക്രെഡിറ്റ് കൊടുത്തൊരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അപ്പോൾ ആരോഗ്യമന്ത്രിയുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ, എൻ്റെ ആരോഗ്യമന്ത്രിയുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ ആ ഡോക്ടറുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കണ്ടേ? അപ്പം അതല്ലേ ഞാൻ വിശ്വസിച്ചത്. അങ്ങനെ ഈ കേരളത്തിലുടനീളം എത്രമാത്രം വിഷയങ്ങളാണ് ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത്. ഇത്രയും വിഷയമുണ്ടാകുമ്പോൾ ഒരു സമരം ചെയ്യുന്നതാണോ വിഷയം? അപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു ഞാൻ പുറത്തിറങ്ങിയാൽ എന്നെ കരിയോയിൽ മുക്കുമെന്ന് പറഞ്ഞു. ഇവിടെ പുറത്തിറങ്ങിയപ്പോൾ കല്ലെറിഞ്ഞ് തല പൊട്ടിച്ച് തലയിൽ ചോര ഒലിപ്പിച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ, ഓർക്കുന്നില്ലേ നിങ്ങൾ? ഇല്ലെങ്കിൽ നഗരസഭയിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ CPM ആക്രമിച്ച കൗൺസിലർമാരുണ്ടായിരുന്നല്ലോ പത്തനംതിട്ടയിൽ തന്നെ, ഓർക്കുന്നില്ലേ നിങ്ങൾ? അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ മുൻകാലങ്ങളെ ഓർക്കണം. പിന്നെ ഞാൻ സമരങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. കരിങ്കൊടി പ്രതിഷേധം എന്താണെന്ന് ചോദിച്ചാൽ കറുത്ത കൊടി ഒന്ന് പൊക്കി കാണിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് കേരളത്തിൻ്റെ സമക്ഷം ചോദിച്ചത് ഇന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പാർട്ടി സെക്രട്ടറിയുമായ ശ്രീ പിണറായി വിജയനാണ്.
അദ്ദേഹം ചോദിച്ചത് ഒരു കറുത്ത കൊടി പൊക്കി കാണിച്ചാൽ എന്താണ് കുഴപ്പം, ഇതല്ലേ ജനാധിപത്യമെന്ന് ചോദിച്ചെടുത്ത് നിന്നാണ് കറുത്ത കൊടി പൊക്കി കാണിച്ചപ്പോൾ പോലീസും ഗൺമാനും ഒക്കെ ഇറങ്ങി തല്ലിയതും ഈ നാട്ടിലെ CPMകാരും DYFIക്കാരും ഇറങ്ങി യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ചതും അതിനെ രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിട്ട് വിളിച്ചതും. അല്ലെങ്കിൽ കറുത്ത കൊടി പൊക്കി കാണിച്ചപ്പോഴേക്കും ആക്രമിച്ചു എന്ന എന്താ പറയുന്നത് ഫേക്കായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്താൻ ശ്രമിച്ചു. ആ ഫേക്ക് ക്യാമ്പയിൻ ആയിരുന്നു എന്ന് ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പറയുകയാണ്. കാരണം ആരോഗ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച കേസിൽ ആക്രമിച്ചു, ആയുധങ്ങളുമായി ആക്രമിച്ചു എന്ന് പോലീസ് ചാർജ് ചെയ്ത കേസിൽ ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയത് എന്താ? ഒരു ആക്രമിക്കാനുള്ള ഒരു മാരകായുധങ്ങളും ഇല്ലായിരുന്നു എന്നല്ലേ കോടതി കണ്ടെത്തിയത്? നിങ്ങൾ അതിര് കിടക്കുന്നു. ഇല്ലെങ്കിൽ അവർ ആരെങ്കിലും, ഞാൻ ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് ചോദിച്ചല്ലോ, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചായിരുന്നു. എന്തിനാണ്? ആരോഗ്യവകുപ്പ് മന്ത്രിയെ പരസ്യമായി ആക്രമിക്കുന്ന ഒരു ദൃശ്യം പുറത്തുവിട്ടാൽ, കേരള സമക്ഷം പുറത്തുവിട്ടാൽ 1 ലക്ഷം രൂപ കൊടുക്കാമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചായിരുന്നു. ആരെങ്കിലും പുറത്തുവിട്ടോ? നിങ്ങൾ ആരെങ്കിലും പുറത്തുവിട്ടോ? 16 ക്യാമറ ഉണ്ടായിരുന്നു അവിടെ, 16 ക്യാമറ, 12 ചാനൽ ക്യാമറയും 2-3 അല്ലാതെ മൊബൈൽ ക്യാമറകളും RPFന്റെ CCTV ഉൾപ്പെടെ 16 ക്യാമറ ഉണ്ടായിരുന്നിടത്ത് നിന്ന് ഒരു ദൃശ്യം എടുത്ത് പുറത്തുവിടാൻ നിങ്ങൾക്ക് സാധിക്കാത്തത് എന്താ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അപ്പം ഞങ്ങൾ ചോദിച്ചാണോ പ്രശ്നം? അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ കേരള സമക്ഷം ചർച്ച ചെയ്ത വിഷയങ്ങളാണ് എന്നുള്ളതും കേരളത്തിന് മുന്നിൽ ഇത് മുഴുവൻ ഉണ്ടായതാണ് എന്നുള്ളത് അറിയാം. അത് മാത്രമല്ല, ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മെഡിക്കൽ റിപ്പോർട്ട് തലേ ദിവസം രാത്രി 11 മണിക്ക് വന്നതെന്താ? ആരോഗ്യവകുപ്പ് മന്ത്രി വളരെ ഗുരുതരമായ അവസ്ഥയിലാണ്, ICUവിൽ തുടരണമെന്നാണ് പറഞ്ഞത്. ഏത് സാഹചര്യത്തിലാണ് 4 മണിക്ക് കഴുത്തിന് ഗുരുതരമായ അസുഖമുള്ള ഒരാൾ കാറിൽ അവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്? ഏത് സാഹചര്യത്തിലാണ്? എങ്ങനെയാണ് യാത്ര തിരിക്കുന്നത്? നമ്മളൊക്കെ ആശുപത്രിയിൽ പോകാത്തവരാണോ? നമ്മളൊക്കെ കഴുത്തിന് പരിക്ക് പറ്റാത്തവരാണോ? കഴുത്തിന് പരിക്ക് പറ്റിയ ഗുരുതര അസുഖമുള്ള ഒരാൾ കാറിൽ, അതും പണി നടക്കുന്ന റോഡിലൂടെ ഒരു ഇന്നോവ കാറിൽ എങ്ങനെയാണ് വന്നത്? അപ്പോൾ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയെ പോലും ഇത്ര ലാഘവത്തോടു കൂടി പെരുമാറുന്ന, ചികിത്സിക്കുന്ന കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ പിടിപ്പുകേടിന് ഇതിലും വലിയ ഉദാഹരണം വേണം. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഞാൻ വ്യക്തിപരമായി പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞത് കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളെ പറ്റിയാണ്. ആ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ 2, ബഹുമാനപ്പെട്ട MLA, ഇവിടുത്തെ MLA ആരോഗ്യവകുപ്പ് മന്ത്രിയും ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. ഈ നാട്ടുകാരാണല്ലോ ജയിലിൽ കിടന്നത്. എന്തുകൊണ്ടാണ് ശബരിമല അയ്യൻ്റെ സ്വർണം കട്ട കേസിൽ ജയിലിൽ പോയവർക്കെതിരെ ഒരു വാക്കുകൊണ്ടുപോലും മിണ്ടാൻ പറ്റാത്തത് എന്താ? ഇപ്പം നമ്മൾ പറയുന്നുണ്ടല്ലോ, ഈ പത്തനംതിട്ട ജില്ലയുടെ നമ്മുടെ ഏറ്റവും സാംസ്കാരിക തനിമ ശബരിമലയാണല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. ആ ശബരിമലയിലെ, ഈ ലോകത്തെ ലക്ഷക്കണക്കിന് അയ്യപ്പ വിശ്വാസികൾ വിശ്വസിക്കുന്ന ശബരിമലയിലെ സ്വർണം കട്ട കേസിലെ പ്രതികളെ എന്തുകൊണ്ട് പാർട്ടി പുറത്താക്കിയില്ല?